അളിയ ആ പട്ടര് ഭയങ്കര ടെൻഷനില്ല. ജസ്റ്റിന്റെ വണ്ടി വരാൻ വൈകും. അതുവരെ ആ ചെക്കനെ ഒന്ന് കൂളാക്കണം കേട്ടോ. നമുക്കേ അവനൊരു സ്മോൾ ഗിഫ്റ്റ് കൊടുത്താലോ? ഐഡിയ. അങ്ങനെ പട്ടര് മാത്രം പുണ്യാളാവണ്ട. കുറച്ച് മതി കേട്ടാ. മതി മതിന്ന്. എടാ മതി 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 മതി. എന്നാ ഞാൻ എന്നാ ഞാൻ ചെയ്തിട്ട് വിട്ടെ. ശരിയാക്കി തരടാ. സംസ്ഥാനം കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക്. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള നിങ്ങൾ ഇത് റെഡിയായില്ലേ? സമയം നോക്കി. നീ ധൃതി പിടിക്കല്ലേ. ജസ്റ്റ് ഇപ്പൊ വണ്ടിയായിട്ട് വരും. നീ അവിടെ ഇരിക്കും. ഞാനിപ്പോ റെഡിയാവും. സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഇരിക്ക് പറ്റരെ. സംസ്ഥാന വ്യാപകമായി പണിമുടക്കിന് ഇതെന്താണത്? ദമ്പല് ഇതൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടാത്ത പക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് ADF-ന്റെ തീരുമാനം. നാളെ നടക്കാൻ പോകുന്ന ഹർത്താൽ ഒരു സൂചന മാത്രമാണ്. സുതാര്യമായ അന്വേഷണം തന്നെ ഉണ്ടാകണം. അതിനുവേണ്ടി എന്ത് സമരമുറകൾ സ്വീകരിക്കും? ഒരുത്തരോട് കിളിപോയിരിക്കുമ്പോഴാണ് ഈ അഴിമതിക്ക് പിന്നിലെ സകല തെളിവുകളും. ഫോണടിക്കണ്ട. ആ ജസ്റ്റിനെ പറയടാ. എന്തായി? നീ എപ്പോഴാ വരണേ? എന്താ? ഇല്ലടാ പറയാം. എന്താടാ എന്തുപറ്റി? ജസ്റ്റും വരില്ല. അവൻ്റെ അപ്പം ഹോസ്പിറ്റലാ. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൻ മോടെ പോട്ടറാ. നമുക്ക് വെള്ളത്തൂലരെ പോയപ്പോരെ 3 മണിക്കൂറത്തെ കേസുള്ളൂ. നമുക്ക് ബൈക്ക് എടുത്ത് പോടാം. നിനക്ക് വല്ല വട്ടുണ്ടോ? പാതിരാത്രി കള്ളു കുടിച്ച് ബൈക്കിൽ, അതും ഹൈ റേഞ്ച്. ഞാൻ വല്ല ടാക്സി ഇട്ടു നോട്ടെ. എന്റെ ഗാഡി നീ അണ്ടി വേണാൻ പോലെ വിഷമിച്ചിരിക്കുന്നു. ഉഷാറാവടാ. ഭൂലോകത്തിന്റെ ഏത് കോടിലാണ് ഞാൻ നിനക്കൊണ്ട് എത്തിച്ചിരിക്കും. നീ അങ്ങോട്ട് വലിച്ചേ. വലിക്കടാ. എന്ത് വലിക്കാ? എന്നാ കുടിക്കി. ഹലോ. പ്രസാദേ പറടാ. എടാ നീ എവിടെ എത്തി? ഒന്നും പറയണ്ട, ഞാൻ അവിടെ പെട്ട് കിടക്കാണ്. എന്താടാ അവിടെ വല്ല പ്രശ്നമുണ്ടോ? ഞങ്ങളൊരു വണ്ടി എടുത്ത് അങ്ങോട്ട് വരാൻ വേണേ. വേണ്ട വേണ്ട, ഇമാര് വേറെ വണ്ടി അറേഞ്ച് ചെയ്യണം. ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം. അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ ഞങ്ങൾ തകർത്തോണ്ടിരിക്കുക. അമ്മ നല്ല വിഷമത്തിലാ. അമ്മയോടൊന്നും പറയണ്ട, ഞാൻ വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ മതി. ശരിയടാ പറയാം. ശരിയടാ എന്നാ ബൈ. ചേട്ടാ ഇപ്പൊ 9:30 ആയിട്ടുള്ളൂ. അത് ഹലോ എടാ എന്താ ടാക്സി കാര്യം എന്തായി? എടാ ഹർത്താൽ 12 മണിക്ക് തുടങ്ങുമല്ലേ, അതുകൊണ്ട് ഒറ്റ വണ്ടിക്കാരും വരില്ല. എടാ നിന്റെ ഒരു കാര്യം ഏൽപ്പിച്ചാണ്. നാളെ എന്റെ കല്യാണമാണ്. അവിടെ വീട്ടുകാരുടെ ടെൻഷനിൽ നോക്കട്ടെ. എടാ ചുമ്മാ എന്തിനാ ബഹളം വെക്കണത്? നമുക്കവിടെ വെള്ളത്തൂലെത്തിയാ പോരെ. ഞാൻ എത്തിച്ചിരിക്കും. നീ ആരെ വിളിക്കണേ? സാബുൻ. ഹലോ. എടാ സാബു, നമുക്ക് ഒട്ടനെ വെള്ളത്തൂല് പോകണം. എപ്പോ? ഇപ്പോ. എടാ നാളെ നമ്മൾ പോകാന്നല്ലേ തീരുമാനിച്ചേക്കണത്. എടാ അത് ശരിയാവൂലെന്ന്. നമുക്ക് ഇപ്പൊ തന്നെ വെള്ളത്തൂല് പോകണം. നീ വണ്ടി എടുത്തുകൊണ്ട് പോവാ. എന്റെ വണ്ടിയോ? അതൊക്കെ മതി. ഹർത്താലേ വേണ്ടി വണ്ടി ഒന്നും കിട്ടത്തില്ല. പെട്ടെന്ന് വാ. ഒന്ന് ഓക്കെ, ഞാൻ വരാടാ. ഓക്കെ പട്ടേ, എല്ലാം ഓക്കെ. ഇപ്പൊ നിനക്ക് സമാനമില്ലേ? ഓക്കേണാ? പിന്നെ അടിപൊളി. എന്റെ അമ്മ. അപ്പൊ ഇതുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പാട്ടായിക്കോട്ടെ അടുത്ത പാട്ട്. കുപ്പിപ്പാട്ട് എന്നാണ് ഈ പാട്ടിന് എല്ലാവരും ഓമന പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ട്രെൻഡിങ് നമ്പർ 1 സോങ് ചാർട്ട് ബസ്റ്റേഴ്സിലെ ടോപ്പ് ചെയ്തിരിക്കുന്ന സോങ് ആണ്. എൻജോയ് ദ സോങ്.